പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നവംബർ 12 വിശുദ്ധ ജോസഫാറ്റ് എന്ന മെത്രാനായ രക്തസാക്ഷി ആയ വിശുദ്ധനെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഇദ്ദേഹം ഒരു ഓർത്തഡോക്സ് രീതിയിലുള്ള ശുശ്രൂഷകളാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് കത്തോലിക്ക സഭ ഇദ്ദേഹത്തെ കാണുന്നത് പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭയും തമ്മിലുള്ള ഒരു ഐക്യത്തിൻ്റെ ഒരു കണ്ണിയാണ് വിശുദ്ധ ജോസഫാറ്റ്. ഇദ്ദേഹം ഇങ്ങനെ ആത്മാക്കൾക്ക് വേണ്ടി നല്ല തീക്ഷണമായിട്ട് അധ്വാനിച്ചിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ വിളിച്ചിരുന്നു ആത്മാക്കളെ തട്ടിയെടുക്കുന്നവർ. ആത്മാക്കളെ തട്ടിയെടുക്കുന്നവർ. ഒരു ആത്മാവിനെ കണ്ടാൽ അത് നേടിയെടുക്കും. എങ്ങനെയും നമ്മുടെ ദൈവവും ദൈവത്തിൻ്റെ ഒരു രീതിയാണ് ആത്മാക്കളുടെ രക്ഷ. നമുക്ക് ഈ ഒരു ബോധ്യം, കർത്താവിൻ്റെ ബലിയർപ്പണം, കർത്താവ് പാപികളായി നമ്മളെ സ്നേഹിക്കുന്നവനാണ് എന്ന ഒരു തിരിച്ചറിവാണ് നമ്മളെ ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാൻ നമ്മളെ സഹായിക്കുന്നത്. തിരിച്ചറിവ് കിട്ടാത്തവർ ഈ കുർബാന പോലും നഷ്ടമാക്കി കളയും. തിരിച്ചറിവ് കിട്ടാത്തത് ഈശോയോട് അടുക്കാനുള്ള ചാൻസ് എല്ലാം നഷ്ടമാക്കി കളയും. നമുക്ക് കുർബാന അർപ്പണത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, കുംഭസാരത്തിലൂടെ, പരിശുദ്ധ വചനങ്ങൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വഴിയൊക്കെയാണ് വളരെ പെട്ടെന്ന് ഈശോയിലേക്ക് അടുക്കാൻ വരുന്നത്. ഒരു വചനമൊക്കെ പഠിച്ച് അങ്ങനെ തിരിച്ചറിവിലേക്ക് വരുന്നത് നല്ലതാണ്. തിരിച്ചറിഞ്ഞവന് മാത്രമേ തിരിച്ചു വരാൻ പറ്റൂ. തിരിച്ചു വന്നവന് മാത്രമേ കർത്താവ് രക്ഷിക്കുന്ന ദൈവമാണ് എന്ന് ഒരു തിരിച്ചറിവിൽ ഇവിടെ നിന്ന് കുർബാന അർപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ കാഴ്ച കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് അലക്ഷ്യമായി നോക്കിയിരുന്ന് പല പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരുന്നിട്ട് പോവും. നമുക്ക് കർത്താവേ, ഞങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് നൽകണമേ. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോട് സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ,
ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ആത്മാവാൻ നിറഞ്ഞവനായി വിശുദ്ധ ജോസഫാത്ത് സ്വന്തം ജീവൻ അജഗണത്തിന് നൽകിയല്ലോ. അതേ ആത്മാവിനെ ഞങ്ങളിലും ഉത്തേജിപ്പിക്കണമേ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളും അതേ ആത്മാവാൽ ശക്തിയാർജിച്ച് സഹോദരർക്ക് വേണ്ടി ഞങ്ങളുടെ ജീവൻ അർപ്പിക്കുവാൻ ധൈര്യപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് അനേക സഹസ്രങ്ങളെ ഭരിക്കുകയും അനേക ജനതകളുടെ മേലുള്ള ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രവിക്കുവിൻ. നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്. അതീശത്വം അത്യുന്നതനിൽ നിന്നാണ്. അവിടുന്ന് നിങ്ങളുടെ പ്രവർത്തികൾ പരിശോധിക്കും, ഉദ്ദേശ്യങ്ങൾ വിചാരണ ചെയ്യും. അവിടുത്തെ രാജ്യത്തിൻ്റെ സേവകന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾ ശരിയായി ഭരിക്കുകയോ നിയമം പാലിക്കുകയോ അവിടുത്തെ ലക്ഷ്യത്തിനൊത്ത് ചരിക്കുകയോ ചെയ്തില്ല. അതിനാൽ അവിടുന്ന് നിങ്ങളുടെ നേരെ അതിവേഗം അത്യുഗ്രനായി വരും. ഉന്നതസ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ടാകും. എളിയവന് കൃപയാൽ മാപ്പു ലഭിക്കും. പ്രബലർ കഠിനമായി പരീക്ഷിക്കപ്പെടും. സകലത്തിൻ്റെയും കർത്താവ് ആരെയും ഭയപ്പെടുന്നില്ല, വലിയവനെ മാനിക്കുന്നില്ല. അവിടുന്നാണ് വലിയവനെയും ചെറിയവനെയും സൃഷ്ടിച്ചത്. അവിടുന്ന് എല്ലാവരെയും ഒന്നുപോലെ പരിഗണിക്കുന്നു. കർശനമായ വിചാരണ പ്രബലനെ കാത്തിരിക്കുന്നു. ഏകാധിപതികളെ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, ജ്ഞാനം അഭ്യസിക്കുവിൻ, വഴിതെറ്റിപ്പോകരുത്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മടങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു. അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, അങ്ങ് എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. ദൈവമേ, ദൈവമേ, അങ്ങ് എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ. പീഡിതരുടെ അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ. ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ. ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ. ദൈവമേ, ദൈവമേ, അങ്ങ് എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്. നിങ്ങളെല്ലാവരും അത്യുന്നതൻ്റെ മക്കളാണ്. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, ഏത് പ്രഭുവിനെയും പോലെ വീണുപോകും. ദൈവമേ, ദൈവമേ, അങ്ങ് എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവേൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ യേശു സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു.
അവർ സ്വരമുയർത്തി, യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, 10 കുഷ്ഠരോഗികൾ ഒരാൾ മാത്രം തിരിച്ചു വന്നു. അതിന് കാരണം അയാൾക്ക് തിരിച്ചറിവുണ്ടായി. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നവർക്കൊക്കെ ഒരു തിരിച്ചറിവുണ്ടാവും. തിരിച്ചറിവുള്ളവനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കൂ, കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കും. കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കുമ്പോഴാണ് അവന് അങ്ങനെ കൂടെ നിൽക്കാൻ സാധിക്കുക. നമ്മൾ ഈയിടയ്ക്ക് പരിശുദ്ധ പാപ്പ പുറപ്പെടുവിച്ച മാതർ പോപ്പുളി ഫിദേലിസ്, മാതാവിശ്വാസികളുടെ അമ്മ എന്ന ഡോക്യുമെൻ്റ്, അത് പലതരത്തിലാണ് ആളുകൾ സ്വീകരിച്ചത്. അത് പലർക്കൊന്നും മനസ്സിലായില്ല. തിരിച്ചറിവുള്ളവന് സഭയുടെ കൂടെ നിൽക്കാൻ പറ്റും. തിരിച്ചറിവുള്ളവന് കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കും. തിരിച്ചറിവുള്ളവന് പാപ്പായുടെ കൂടെ നിൽക്കാൻ സാധിക്കും. കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ കുറേ വിമർശനം നടത്തി. അപ്പോൾ അത് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കുടുംബജീവിതത്തിൻ്റെ തിരിച്ചറിവുള്ളവൻ ആ കുടുംബജീവിതം ദൈവം തന്ന ഒരു വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കൂടെ നിൽക്കും, ഭാര്യയുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകും. തിരിച്ചറിവ് അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സൗഖ്യം കിട്ടിയെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവൻ തിരിച്ചു വന്നത്. നമുക്ക് പലതും തിരിച്ചറിവില്ല ഇല്ല. അതുകൊണ്ടാണ് ഒരു വചനം പോലും നമ്മൾ പഠിക്കാത്തത്. വചനം അറിയാവോ? വചനം അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല, അതെങ്കിലും പെട്ടെന്ന് പറയുന്ന മനുഷ്യരുണ്ട്. പക്ഷെ അത് ഏത് സങ്കീർത്തനമാണെന്ന് പലർക്കും അറിയില്ല. അപ്പം തിരിച്ചറിവുള്ളവനാണ് തമ്പുരാൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. അവൻ എപ്പോഴും കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അതാണ് ഈ കർത്താവ് തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇത് ഈ അനുതാപം എന്ന് അതിന് മെറ്റനോയ എന്ന ഗ്രീക്ക് വാക്കാണ് അനുതാപത്തിന്. അതിൻ്റെ അർത്ഥം ടു റിട്ടേൺ എന്നാണ് അതിൻ്റെ അർത്ഥം. ടു റിട്ടേൺ ടു ഗോഡ്, ദൈവത്തിലേക്ക് തിരിച്ചു വരിക. അപ്പം യഥാർത്ഥത്തിൽ അനുതാപമുള്ളവൻ കർത്താവിലേക്ക് തിരിച്ചു വരും. ഈ അനുതാപം എന്തോ ഒരു ഫീലിംഗ് മാത്രമല്ല, പാപം ചെയ്ത് ഇതൊരു ഒരു ഒരു പ്രത്യേക ഒരു വൈകാരികമായ പ്രകടനമാണെങ്കിൽ ആ വൈകാരികത തീരുമ്പോൾ അനുതാപവും തീരും, പിന്നെ പാപബോധമൊന്നുമില്ല. അപ്പം അനുതാപം അത് കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാനുള്ള അനുതാപം, അത് റിയലിസ്റ്റിക് ആണെങ്കിൽ, റിയൽ അനുതാപമാണെങ്കിൽ പിന്നെ തമ്പുരാൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ ഈ കുഷ്ഠരോഗി, അയാൾക്കത് റിയലായിട്ടത് മനസ്സിലായി. അതൊരു വൈകാരികമായ പ്രകടനമല്ല, അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അയാൾക്കത് തിരിച്ചു വരാൻ സാധിച്ചത്. അപ്പോൾ ഈ നമുക്ക് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ സൗഖ്യത്തെക്കുറിച്ച്, വൈദ്യനും രോഗശാന്തിയും, നിനക്കവന് ആവശ്യമുണ്ട്, കർത്താവാണ് വൈദ്യനെ നിയമിച്ചത്, വൈദ്യനെ ബഹുമാനിക്കുക, അങ്ങനെ തുടങ്ങുന്ന കുറേ വചനങ്ങളുണ്ട്. അത് 14-ാമത്തെ വാക്യമെത്തുമ്പോൾ, രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വൈദ്യൻ അർഹമായ സ്ഥാനം നൽകുക, കർത്താവാണ് അവനെ നിയോഗിച്ചത്, അവനെ ഉപേക്ഷിക്കരുത്, അവനെക്കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. മകന് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് നിന്നെ സുഖപ്പെടുത്തും. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, എന്തായിരിക്കാം യേശു എന്ന സൗഖ്യത്തിൻ്റെ, സൗഖ്യദായകൻ്റെ വ്യത്യാസം, ഒരു ഡോക്ടറിൻ്റെയും യേശു എന്ന സൗഖ്യദായകൻ്റെയും വ്യത്യാസം.
യേശു എന്ന സൗഖ്യദായകന് ശാരീരികമായ സൗഖ്യം മാത്രമല്ല, ആന്തരിക സൗഖ്യം കൂടി നൽകാൻ സാധിക്കും. അതാണ്, നമുക്കത് വേണം. യഥാർത്ഥത്തിൽ അനുതാപത്തിൽ ആന്തരിക സൗഖ്യം വേണം. കുമ്പസാരത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആന്തരിക സൗഖ്യം. അത് നമുക്ക് കിട്ടുന്നത് കർത്താവിന് മുമ്പിൽ തിരിച്ചു വരാനുള്ള, തമ്പുരാൻ്റെ കൂടെ നിൽക്കാനായിട്ടുള്ള നല്ല ഉറച്ച തീരുമാനത്തിന്മേലാണ് ദൈവവരപ്രസാദവും അതിൻ്റെ കൂടെ പോരുന്ന ആന്തരിക സൗഖ്യം കിട്ടുന്നത്. നമ്മൾ ആ തീരുമാനമില്ലെങ്കിൽ നമുക്ക് ഈ കൃപകളൊന്നും നമുക്ക് അനുഭവവേദ്യമാകിയല്ല. പലരും ഈ അനുതാപം തന്നെ 2 വിധത്തിലുണ്ട്. പൂർണ്ണ അനുതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ ഞാൻ അങ്ങേ വേദനിപ്പിച്ച് പോയല്ലോ കർത്താവേ എന്ന് വിചാരിച്ച് അനുതപിക്കുന്നതാണ് പൂർണ്ണ അനുതാപം. എന്നാൽ ഞാൻ കുമ്പസാരിച്ചില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും, എനിക്ക് ജോലി കിട്ടുകയില്ല, എനിക്ക് അനുഗ്രഹങ്ങൾ വരികയില്ല എന്ന് എന്തിനൊക്കെ ഭയന്നിട്ട് പേടിച്ചിട്ട് ഒരു തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി ഓടി വന്ന് കുമ്പസാരിക്കുന്നത് അപൂർണ അനുതാപമാണ്. അപൂർണ അനുതാപം അതിൽ തന്നെ സേഫല്ല. അത് പൂർണ്ണ അനുതാപത്തിലേക്ക് നയിക്കുമെങ്കിൽ അത് ഗുണകരമാണ്. അപ്പം പൂർണ്ണ അനുതാപം ഉണ്ടെങ്കിൽ ഈ തിരിച്ചു വരാനായിട്ടുള്ള ഒരു ഷാർപ്പ് തീരുമാനം ഉണ്ടാകുകയുള്ളൂ. തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവവരപ്രസാദവും അതിനോട് കൂടെ ചേരുന്ന ആന്തരിക സൗഖ്യവും കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് കുമ്പസാരം കഴിഞ്ഞിട്ടും പെട്ടെന്ന് തന്നെ പാപത്തിലേക്ക് വീണു പോകുന്നതിൻ്റെ കാരണം, മനസ്സിലെ വെറുപ്പ്, ദേഷ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചില തഴക്കദോഷങ്ങൾ വീണ്ടും പ്രകടമായിട്ട് തിരിച്ചു വരുന്നതിൻ്റെ കാരണം ഈ ആന്തരിക സൗഖ്യം കിട്ടാത്തത് കൊണ്ടാണ്. അത് ആഗ്രഹിക്കുന്നവനാണ് കിട്ടുക. അപ്പോൾ ഇവന്, ഈ കുഷ്ഠരോഗിക്ക് ഈ പൂർണ്ണമായ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യം കിട്ടി. അതുകൊണ്ടാണ് അവൻ തിരിച്ചു വന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരുന്ന, ഇങ്ങനെ തിരിച്ചു വരാൻ തിരിച്ചറിവുള്ളവന്, തിരിച്ചറിവ് കിട്ടുന്നവന് ഉള്ളിൽ കിട്ടുന്നൊരു ബോധ്യമാണ്, ഞാൻ അയോഗ്യനാണ്. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. ഞാൻ അയോഗ്യനാണ്, എനിക്കൊന്നും അറിയില്ല, ദൈവമാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്, ദൈവമാണ് എനിക്ക് അവസരങ്ങൾ തരുന്നത്. അങ്ങനെ അയോഗ്യനായിട്ടുള്ള ഒരാൾ സഭയെ പിറുപിറുക്കില്ല, സഭയ്ക്കെതിരെ സംസാരിക്കില്ല, കാര്യങ്ങൾ മനസ്സിലായില്ലെന്ന് പറയും. അപ്പം അയോഗ്യത, നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ ആളുകളെപ്പോലെ നിൽക്കുന്നവൻ, അവന് പല കാര്യങ്ങളും തിരിച്ചറിവില്ല. ഇപ്പം കുർബാനയുടെ വലിയ രഹസ്യങ്ങളെക്കുറിച്ച് കാൽവരിക്കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ മറിയം നിന്നതുപോലെ നിൽക്കാനുള്ള നമ്മുടെ കൗതാശികമായിട്ടുള്ള അവസരമാണ് കുർബാന അർപ്പണമെന്ന് ബോധ്യമുള്ളവൻ കുർബാന സമയത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമോ? അതാണ്, നമുക്ക് തിരിച്ചറിവില്ല പല കാര്യങ്ങളും, നമ്മളത് ധ്യാനിക്കണം. എനിക്ക് അലക്ഷ്യമായിട്ട് നിൽക്കുമ്പോഴും എനിക്ക് പലതും മനസ്സിലായിട്ടില്ല. കുർബാനയുടെ ദൈവശാസ്ത്രം, കുംഭസാരത്തിൻ്റെ ദൈവശാസ്ത്രം ഒന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. അതൊന്നും പഠിക്കാനും നമ്മൾ ശ്രമിച്ചിട്ടില്ല. കാറ്റഗിസം ചൊവ്വേന്നേരെ പഠിച്ചിട്ടില്ല. ഒന്നും അപ്ഡേഷൻ നടത്താനായിട്ട് നമുക്ക് താല്പര്യമില്ല. ഇപ്പോൾ കത്തോലിക്ക സഭ നമുക്കൊരു അപ്ഡേഷൻ തന്നതാണ്. തിയോളജിക്കലായിട്ട് ഒരു എറർ സഭയിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ അതിനൊരു ഉത്തരവ്, ഒരു ഡോക്യുമെൻ്റ് വഴി നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ നമ്മളെ യോഗ്യത ഇല്ലെന്ന് നമുക്ക് തോന്നുമ്പോഴാണ് എല്ലാം സ്വീകരിക്കാൻ സാധിക്കുന്നത്. നമ്മൾ എന്തോ വലിയ ആളാണെന്ന് കരുതിയാൽ നമുക്കൊന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല. അതാണ് ഇവൻ ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ. വിജാതിയൻ എന്താ? വിജാതിയൻ എന്ന് പറഞ്ഞാൽ യോഗ്യത ഇല്ലാത്തവൻ എന്നർത്ഥമുണ്ട്. യോഗ്യത ഇല്ലാത്തവനായതുകൊണ്ടാണ് അവൻ കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ വന്നത്. ഈ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അത് ലൂക്ക 15:19 അങ്ങയുടെ മകൻ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അതാണ് ഈ ധൂർത്തപുത്രൻ വിളിച്ചു പറഞ്ഞത്, ഞാൻ അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അത് ലൂക്ക 15:19 നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. മനസ്സിലായോ? അപ്പം തിരിച്ചറിവ് അയോഗ്യതയാണ്. എനിക്കൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കുടുംബജീവിതം കിട്ടിയ ഒരാൾ, നല്ല കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടി അടിപൊളിയായിട്ട് പോകുന്ന ഒരാൾ വിചാരിക്കുകയാണ് ഇതെല്ലാം എൻ്റെ കഴിവാണ് എന്ന് വിചാരിച്ചാൽ തെറ്റി. ഇത് ദൈവം ഏൽപ്പിച്ചതാണ്, ദൈവമാണ് സൃഷ്ടിക്കുന്നത്. നിന്നെ സൃഷ്ടികർമ്മം ഏൽപ്പിച്ചില്ല എങ്കിൽ നീ ഒരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ തേരാപ്പാര നടന്നേന്, ജീവിതത്തിലൊരു അർത്ഥമില്ലാതെ. കല്യാണം കിട്ടാത്തവരുടെ അവസ്ഥ അതാ. എന്തിനാണ് അധ്വാനിക്കുന്നത്? അപ്പോൾ നിനക്ക് കുടുംബജീവൻ തന്നത് സൃഷ്ടിക്കുന്നത് ആരാ? നീയാണോ സൃഷ്ടിക്കുന്നത്? ദൈവമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ നിനക്ക് കുടുംബജീവൻ കിട്ടിയതും നിനക്ക് മക്കളെ കിട്ടിയതും അത് നിന്റെ യോഗ്യത കൊണ്ടല്ല. ദൈവം നിനക്കൊരവസരം തന്ന്
ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർപ്പിച്ചതാ. അപ്പം നമുക്ക് നിഗളിക്കാൻ വല്ല അവകാശമുണ്ടോ? അയോഗ്യതയാണ് തിരിച്ചറിവ്. അയോഗ്യത. ഈ വിജാതീയനാണ് തിരിച്ചു വന്നത്. നന്ദി പറയാൻ തോന്നിയത് അയോഗ്യത. അതുകൊണ്ടാണ് മറിയം പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്, ഞാൻ യോഗ്യതയില്ലാത്തവളാണ് തമ്പുരാനെ, ഞാൻ യോഗ്യത. സ്വർഗം വിളിച്ചത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. എന്നിട്ട് മറിയം പറഞ്ഞത്, ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസി. ഇത് അയോഗ്യതയാണ് നമ്മളെ പെറുപെറുപ്പിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത്. ഈ മൂത്ത മകനുണ്ടല്ലോ, മൂത്ത മകൻ വിചാരിച്ചു, ഞാൻ എന്തോ യോഗ്യനാണ്, എത്ര നാളായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. അവനിങ്ങനെ എണ്ണമിട്ട് പറഞ്ഞു. നമ്മളും എണ്ണമിട്ട് പറയും, കണക്ക് പറയും. അത് നമ്മൾക്കെന്തോ യോഗ്യത ഉണ്ടെന്ന് നമ്മൾ കരുതുന്നതുകൊണ്ടാണ്. ഇതെല്ലാം ദൈവം തന്ന ദാനമാണെന്ന് വിചാരിച്ചാൽ നമ്മൾ കണക്ക് പറയില്ല. ഇത് ദൈവം അനുവദിച്ചതാണെന്ന് വിചാരിച്ചാൽ നമ്മൾ കണക്ക് പറയില്ല. അവിടെയാണ് ഉള്ളിൽ സൗഖ്യം കിട്ടിയ ധൂർത്തപുത്രൻ്റെ പ്രത്യേകത. അവന് ഉള്ളിൽ ആന്തരിക സൗഖ്യം കിട്ടി. അത് നമുക്ക് വേണം മക്കളെ. ശാരീരിക സൗഖ്യം മാത്രമല്ല, ആന്തരിക സൗഖ്യം കൂടി കിട്ടണം. 10 പേര് സുഖപ്പെട്ടു, പക്ഷേ 9 പേർക്ക് അവർക്കൊരു ആന്തരിക സൗഖ്യം കിട്ടിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവന് ആന്തരിക സൗഖ്യം കിട്ടിയത് കൊണ്ടാണ് അവൻ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. ദൈവസ്തുതി പാടുന്നവനാരാ? സൃഷ്ടിയല്ല ദൈവസ്തുതി പാടുന്നത്. സൃഷ്ടാവിനേക്കാൾ വലിയവനാണെങ്കിൽ പള്ളി വന്നാലും ഒരു വാ പോലും തുറക്കില്ല, ഒരു വചനം പോലും പഠിക്കില്ല, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യം പോലും ചെയ്യില്ല. ഞാനൊരു സൃഷ്ടി മാത്രമാണ്, എന്നെ സൃഷ്ടിച്ചവൻ ഉടയ തമ്പുരാനിൻ്റെ കൂടെ എൻ്റെ മുകളിൽ, തലയ്ക്ക് മുകളിൽ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിന് കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ ഈ അയോഗ്യതയാണ്. ഇനിയും ഇവന് ഈ കർത്താവിൻ്റെ സൗഖ്യം കിട്ടിയെന്ന വിശ്വാസം, പ്രത്യാശ, ഇതൊക്കെയാണ് ഇവന് തിരിച്ചു വരാൻ സഹായിച്ചത്. ധൂർത്തപുത്രനും തിരിച്ചു വന്നത് അതുകൊണ്ടാണ്. പന്നിക്കുട്ടി കടന്നവൻ, സ്വത്തെല്ലാം വാങ്ങിച്ച ധൂർത്തടിച്ചു പോയവൻ അപ്പനിനി കയറ്റില്ല എന്ന് വിചാരിച്ചാൽ അവൻ വരുമോ? വേണമെങ്കിൽ അപ്പന് പറയാം, നീ പോടാ, നീ എവിടെയായിരുന്നു, നീ ആ പൈസ തിരിച്ചു വെച്ചിട്ട് കയറിയാൽ മതി എന്നാണ് അപ്പൻ അങ്ങനെ പറയുമെന്ന് ഇവൻ വിചാരിച്ചിരുന്നെങ്കിൽ, അവൻ തിരിച്ചു വരുമോ? അവൻ തിരിച്ചു വരില്ല. അവന് അപ്പൻ എന്നെ സ്വീകരിക്കുമെന്ന പ്രത്യാശ ഉണ്ടായി. അതാണ് തിരിച്ചു വരുന്നവൻ്റെ, തിരിച്ചറിവ് കിട്ടുന്നവൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ദൈവം എന്നെ സ്വീകരിക്കും, എൻ്റെ കുറവുകളോടുകൂടി ദൈവം എന്നെ സ്വീകരിക്കും എന്നൊരു വിശ്വാസം. അതുകൊണ്ടാണ് നമുക്ക് ഈ സുവിശേഷം ഈ വിധത്തിൽ നമ്മൾ ധ്യാനിക്കണം. നമുക്ക് തിരിച്ചറിവുണ്ടാകണം, നമ്മുടെ അയോഗ്യത തിരിച്ചറിയണം, ദൈവം നമ്മളെ സ്വീകരിക്കുന്നവനാണ്. ഇത് മുതലെടുക്കരുത്. ചില ആളുകൾ ഇപ്പം നേർച്ചയൊക്കെ നേരുന്നവരും ഞാൻ വിചാരിക്കാറുണ്ട്, ദൈവത്തെക്കാളും വലിയവരെന്ന് ചിന്തിക്കുന്നവരാണ് നേർച്ചകൾ നേരുന്നത്. ദൈവത്തെ സ്വത്തായിട്ട് കരുതുന്നവൻ ഒരിക്കലൊരു വസ്തു നേർച്ചയായിട്ട് നേരില്ല. ഞാൻ ദൈവത്തിൻ്റെ കൂടെ നിന്നോളാം. മറിയം വല്ല നേർച്ചയും നേർന്നു. മറിയം പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് ഇന്ന് നിറവേറട്ടെ. നമ്മളിങ്ങനെ ചില ലൊട്ടിലൊടുക്ക് കാര്യങ്ങൾ നേർച്ച നേരുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ടീഷൻ വയ്ക്കുന്നത് കൊണ്ടാണ്. എനിക്കിന്നത് ചെയ്തു തന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് അങ്ങനെ ചെയ്തു തരണം. ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ദാസൻ ചെയ്യാൻ പാടില്ലാത്ത, ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് വസ്തുക്കൾ നേർച്ച നേരാതെ, ഈശോയുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യം ചെയ്യാതെ, ഇപ്പം മുടി പഠിക്കുന്നു, ഈശോയായിട്ട് എന്ത് ബന്ധം? ചില ആൾരൂപങ്ങളൊക്കെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇടുന്നു. എന്താണ് ഈശോയും ആൾരൂപമായിട്ട് ബന്ധം? മുത്തുക്കുട ചൂടി പള്ളിക്ക് ചുറ്റും നടക്കുന്നു, എന്താണ് ഈശോയായിട്ട് ബന്ധം? അതാണ് നമ്മുടെ തൃപ്തി മുഴുവൻ എവിടെയാണ്. പക്ഷെ ഒരു വചനം പഠിക്കാനോ, കൂടെ ആ മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാനോ, ഞായറാഴ്ച അല്ലാത്ത മറ്റൊരു ദിവസം പോയി പരിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കുചേർന്ന് കുർബാന സ്വീകരിക്കാനോ എപ്പോഴെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരാഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? അവിടെയല്ലേ ഈശോയോട് അടുപ്പമുണ്ടാകുന്നത്. കൗദാശികമായ അടുപ്പം, വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിക്കുന്നത് വഴി, വചനം വഴിയുള്ള അടുപ്പം, വ്യക്തിപരമായ പ്രാർത്ഥനകൾ വഴിയുള്ള അടുപ്പം. പലരും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്ന പോലുമില്ല. കാരണം ഇവൻ വ്യക്തിപരമായിട്ട് വന്നത് കണ്ടോ ഈശോയുടെ അടുക്കലേക്ക്? നമ്മളിങ്ങനെ കുടുംബ പ്രാർത്ഥന എന്തോ ഒന്ന് ചൊല്ലി, എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ പ്രാർത്ഥിച്ചു എന്ന്. എന്തോ ഒന്ന് ചൊല്ലി തീർത്തു, എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മൾ പ്രാർത്ഥിച്ചു എന്ന്. ചൊല്ലി തീർത്തില്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടില്ല.
ഈ ചൊല്ലിത്തീർക്കുന്നത് മാത്രമാണോ പ്രാർത്ഥന? ദൈവമായിട്ടുള്ള ബന്ധമല്ലേ? അങ്ങനൊരു ബന്ധമുണ്ടോ? എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടും ഈ ചൊല്ലിക്കൂട്ടൽ നടത്തിയിട്ടും എന്തേ കുടുംബങ്ങളിൽ അത്ഭുതമുണ്ടാകാത്തത്? അത് വ്യക്തിപരമായി ഈശോയോടൊരു ബന്ധമില്ലാത്തത് കൊണ്ടാണ്. ഈശോയോടൊരു ബന്ധം സ്ഥാപിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്താലും ഈശോയോട് ബന്ധമുള്ള കാര്യങ്ങൾ ചെയ്യൂ. അതാണ് തിരിച്ചറിവ്. അതാണ് അവൻ ആ തിരിച്ചറിവുണ്ടായപ്പോൾ അവൻ നേരിട്ട് ഈശോയുടെ അടുക്കലേക്ക് വന്നു. ഇനി നന്ദി പറയുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃപ ഇരട്ടിക്കും. നന്ദി പറയുമ്പോൾ കൃപ ഇരട്ടിക്കും. അതുകൊണ്ടാണ് അവൻ നന്ദി പറയാൻ വേണ്ടി വന്നത്. അത് 2 കൊരിന്തോസ് 4:15 അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. കൃപ സമൃദ്ധമാകാൻ വേണ്ടിയിട്ടാണ്. കിട്ടിയ അനുഗ്രഹം ഉണ്ടല്ലോ, അവന് ശാരീരിക സൗഖ്യം കിട്ടി, ആന്തരിക സൗഖ്യം കിട്ടി. ഇത് പൂർണ്ണമാകാൻ വേണ്ടി, ഇത് ഇരട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നന്ദി പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നന്ദി പറയണം ദൈവത്തിന് മുമ്പിൽ. നന്ദി, ഈ കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം അത് ഇംഗ്ലീഷിൽ ഇത് യൂക്കറിസ്റ്റ് എന്നാണ്. ഇത് യൂക്കറിസ്റ്റ് എന്ന വാക്ക് ദി യൂക്കറിസ്റ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായിട്ടുള്ള അതിൻ്റെ അർത്ഥം കൃതജ്ഞത പ്രകാശനമെന്ന്. അപ്പോൾ കുർബാന അർപ്പിക്കാൻ വരുന്നത് നന്ദി പറയാൻ വരികയാണ്, ദൈവത്തിന് നന്ദി പറയാൻ വരികയാണ് കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ. അപ്പോൾ കുർബാന മുടക്കിയാൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നില്ല. നമുക്കതുകൊണ്ട് ഇങ്ങനെ ഹൃദയങ്ങളിൽ ഒരു അത്ഭുതം ദൈവം നൽകട്ടെ. മുറിവുകളിൽ സൗഖ്യം, മുറിവേറ്റ ഈശോ വരുമ്പോൾ, മുറിവുകളിൽ സൗഖ്യം, മുറിവേറ്റ ഈശോ വരുമ്പോൾ, മനുജനു മുൻപിൽ ബലിയായി തീർന്നതും ഈ കൊച്ചുസ്തിയല്ലോ. ഈശോ 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 ഈശോ, ഓ നിത്യ അപ്പമേ, ജീവൻ്റെ അപ്പമേ, നീ എൻ്റെ ഹൃത്തടത്തിൽ വായേശുവേ. ഹൃദയങ്ങളിൽ അത്ഭുതം, അകതാരിൽ ഈശോ വരുമ്പോൾ, ഹൃദയങ്ങളിൽ അത്ഭുതം, അകതാരിൽ ഈശോ വരുമ്പോൾ, ഒരു തുള്ളി വെള്ളത്തിൽ അലിഞ്ഞലിഞ്ഞില്ലാതാകും ഈ കൊച്ചുസ്തിയല്ലോ. ഈശോ 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 ഈശോ, ഒരു ചെറുകാറ്റിൽ പാറിപ്പറക്കുമേ ഗോതമ്പപ്പത്തിനുള്ളിൽ, ഒരു പാടുവൻ കൊടുങ്കാറ്റുകൾ ശാസിച്ച ദൈവമുണ്ടെന്നതോർക്കണം നീ, ദൈവമുണ്ടെന്നതോർക്കണം. ഓ നിത്യ അപ്പമേ, ജീവൻ്റെ അപ്പമേ, നീ എൻ്റെ ഹൃത്തടത്തിൽ വായേശുവേ. ഓ നിത്യ അപ്പമേ, ജീവൻ്റെ അപ്പമേ, നീ എൻ്റെ ഹൃത്തടത്തിൽ യേശുവേ. പരിശുദ്ധമ്മേ, ഉന്നതനായ കർത്താവിനെ ഉള്ളിൽ സ്വീകരിക്കാനും ആ കർത്താവിൻ്റെ കൂടെ എന്നും വിട്ടുമാറാതെ നിലകൊള്ളാനും ഞങ്ങൾക്ക് തിരിച്ചറിവ് നൽകണമേ. ആമേൻ.
ദാനമായി നൽകാൻ അപ്പവും നീങ്ങും. ആശീർവദിച്ചരാ കൈകളിൽ നാദാ ഈടുന്നു എൻകളി പൂർണ്ണമായി കൈക്കൊള്ളണേ യേശു നൈവേദ്യമായി കൈക്കൊള്ളണേ യേശു നൈവേദ്യമായി. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. പരമകാരുണ്യകനായ ദൈവമേ, ഈ കാണിക്കകളിൽ അങ്ങ് അനുഗ്രഹാശിസ്സുകൾ ചൊരിയുകയും വിശുദ്ധ ജോസഫാത്ത് രക്തം ചിന്തി സാക്ഷ്യം വഹിച്ച് വിശ്വാസത്തെ ഞങ്ങൾ ദൃഢീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിനൊക്കെ ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങ് നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ ജോസഫാത്ത് ചിന്തിയ രക്തം അങ്ങ് അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങ് മഹിമകളാ നിറഞ്ഞുമതും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റവും ധന്യനുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി
ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാ തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശു മരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് കത്തോലിക്കാ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ.
ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹിമയേറെ രക്തസാക്ഷികളോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ ജോസഫാത്തിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടി. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവഗുണയാണി എങ്ങളിൽ കണിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവഗുണയാണി എങ്ങളിൽ കണിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവഗുണയാണി എങ്കിൽ സമ്മാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയമേശ
ധൈര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചൈതന്യം ഞങ്ങൾക്ക് നൽകട്ടെ. വിശുദ്ധ ജോസഫാത്തിൻ്റെ മാതൃകയാൽ സഭയുടെ ബഹുമതിക്കും ഐക്യത്തിനും വേണ്ടി ഞങ്ങളുടെ ജീവിതം ഹൃദയപൂർവ്വം ഞങ്ങൾ അർപ്പിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.